ആവേശം വർദ്ധിച്ച് വളരെയേറെ പ്രതീക്ഷയാണിപ്പോൾ. കാരണം പലപ്പോഴും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലയിലൊക്കെ അനുകൂലമായൊരു മാറ്റം നമുക്ക് ദൃശ്യമാണ്. ഇന്നലെ നമ്മൾ 2 പരിപാടി നടത്തി. റോഡ് ഷോ, മെഗാ റോഡ് ഷോ എന്ന് പറയാം. അത് ഒന്ന് തുടങ്ങിയത് പാറശാലയിൽ നിന്ന് കടക്കൂട്ടത്തേക്കാണ്, മറ്റൊന്ന് കടക്കൂട്ടത്ത് നിന്ന് പൂവാറിലേക്ക് തീരദേശ മേഖല. രണ്ടും വളരെ പ്രസക്തമാണ്. തീരദേശ മേഖലയിലാണ് മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. മറ്റത് പട്ടണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രദേശങ്ങളാണ്. തീരദേശത്ത് സാധാരണ മനുഷ്യർ നമ്മളോട് കാണിച്ചിരിക്കുന്ന അനുഭാവം, സ്ത്രീകളും കുട്ടികളും അടക്കെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ സ്വീകരിച്ച സ്വീകരണം, അതൊക്കെ മനസ്സിന് മായാത്ത ഒരു ചിത്രമാണ്. ഞാൻ തിരഞ്ഞെടുപ്പ് 2005 മത്സരിച്ച അന്ന് ഉള്ളതും ഇന്നുള്ളതും തമ്മിൽ ഒരു തരത്തിലും ഒരു സാദൃശ്യമില്ല. അത്രമാത്രം മാറി. അത് നമുക്കൊരു വലിയ അനുഭവം. ഈ അങ്ങയുടെ പ്രതിയോഗി തന്നെ ഒരു ഘട്ടത്തിൽ ചോദിച്ചു പന്ന്യൻ എവിടെയാണ് എന്ന്. ഇപ്പോൾ അവസാന സമയമാണോ, ലാപ്പാണല്ലോ, അതിനൊക്കെ ഉള്ള മറുപടിയാണോ ജനങ്ങൾ നൽകുന്നത്? ജനങ്ങൾക്കറിയില്ലേ പന്ന്യൻ എവിടെയാണെന്ന് ചോദിച്ചാൽ? ഈ പണത്തിൻ്റെ വലുപ്പത്തിൽ നമ്മളെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വരികയും ആ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വരികയും ആ സ്വപ്നങ്ങൾ കൊണ്ട് ഇവിടെ മാറുമെന്ന് ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ടെക്നോക്രാറ്റാണ്, അയാൾ ഇവിടെ വന്നിട്ട് വല്ലതും ചെയ്യും. പല സ്ഥലത്തും എഴുതി വെച്ചിരിക്കുന്നു. ഓരോ സ്ഥലത്തും ആ സ്ഥലത്തേക്ക് പറ്റിയ മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ വന്നാൽ ഇത് കൊണ്ടുവരും. ഈ മന്ത്രി, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വാഗ്ദാനം ചെയ്യുന്ന ആൾ കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. കാര്യം നടക്കും. ആരെ കാര്യമാ? അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനല്ലേ. അദ്ദേഹം ബിസിനസ്സിൻ്റെ പുതിയ മേഖല തേടിപ്പോവല്ലേ. അപ്പോൾ ആ കാര്യം നടക്കുന്ന അയാൾ പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. പിന്നെ നമ്മളെ നാട്ടിൽ നടന്നൊരു സംഭവം എന്താ പറഞ്ഞാൽ അതെന്നെ കുറച്ച് വേദനിപ്പിച്ച കാര്യമാണ്. നമ്മളെ പ്രമുഖമായ മാധ്യമങ്ങൾ പരസ്യത്തിൻ്റെയും പണത്തിൻ്റെയും ബലത്തിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിക്ക് സ്ഥാനാർത്ഥിയാണെന്ന കാര്യം തന്നെ വിസ്മരിച്ചു. അത് വളരെ അപകടകരമായൊരു സൂചനയാണ്. തിരുവനന്തപുരം കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ എന്ന് പറയുമ്പം അതിനൊരു മാന്യതയുണ്ട്. ആ മാന്യതയ്ക്ക് കോട്ടമുണ്ടാകുന്ന രീതിയിലാണ് ഉണ്ടായത്. ഞാനൊരു ചാനലിനകത്ത് ഒരു ചർച്ച ഞാൻ കേട്ട്, ചർച്ച പൂർണ്ണമായും ഞാൻ കേട്ട്. ആ ചർച്ചയ്ക്ക് ആങ്കർ എന്ന് പറയുന്ന ആൾ, അയാളാണല്ലോ ചർച്ച നിയന്ത്രിക്കുന്നത്, അയാൾ ചോദിക്കുന്ന മുഴുവൻ ഈ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രാഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൂടെ വരുന്നത്. ഇപ്പോഴും അവസാന ലാപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു തന്നെയാണ് പന്ന്യൻ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. വിജയം ഉറപ്പ് എന്ന് തന്നെ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.